കുറച്ച് നാളായിട്ട് എല്ലാവരും അലക്കുകല്ലിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ, മീൻസ് അവർക്ക് എല്ലാ മീഡിയയിലും ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലുണ്ട്, FBയിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലും ഉണ്ട് അവർക്ക് ചാനൽ. അതിൽ കുറച്ച് ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സാധനമാണ് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച പെൺകുട്ടികളെ, ആൺകുട്ടികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക. അവർ യൂട്യൂബ് വഴി ഹിറ്റായത്, അല്ലെങ്കിൽ ഷോർട്സ് വഴി, ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഹിറ്റായവരായിരിക്കാം, വാട്ട് എവർ. പക്ഷേ അത് സമൂഹത്തിന് നൽകുന്നൊരു മോശം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കയ്യിൽ കാശുണ്ടാവും. ചിലപ്പോൾ യൂട്യൂബ് ചാനലുകളിൽ കയവരായിരിക്കും, മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരായിരിക്കും, അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളവരായിരിക്കും, വാട്ട് എവർ. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവരെ കണ്ടുപഠിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്, മനസ്സിലായി. ഇവർക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നവർ വെറുതെയാണ് കുട്ടാ. സംഭവം ശരിയാണ്. അതിലൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. ഒരു കുട്ടി പറഞ്ഞാണ്, അവളെ കണ്ടിട്ട് എനിക്ക് 18 വയസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പർട്ടിക്കുലർ മതവിശ്വാസം പ്രകാരം കല്യാണം കഴിച്ചതാണ്. അവളും അവനും വേറെ വേറെ റിലീജിയനാണ്, ആ രണ്ടുപേരും. അപ്പോൾ അവൾ പറഞ്ഞ, ചേട്ടായിനോട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടെങ്കിൽ പോന്നതാ എന്നൊരു ഡയലോഗ് അടിച്ചിരുന്നു. സംഭവം ശരിയാണ്, ചേട്ടായിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് പോകുന്നതാണ്. സ്നേഹമാണ് അഖില സ്നേഹമല്ലല്ലോ, പ്രേമമാണ് അഖില സരമൊഴിയിലാണല്ലോ വെപ്പ്. സംഭവം ശരിയാണ്, അതൊക്കെ ശരിയാണ്. സ്നേഹമുള്ളടത്തെ പരിഭവം ഉണ്ടാവുള്ളൂ, പരിഭവമുള്ളടത്തെ സ്നേഹം ഉണ്ടാവുള്ളൂ. പക്ഷേ കാശില്ലാണ്ട് ഒരു സ്നേഹം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കാരണം കുറച്ച് നാൾ കഴിയുമ്പം ഒബ്വിയസ്ലി പെൺകുട്ടികൾക്ക് കേൾക്കേണ്ടി വരുന്നൊരു ഡയലോഗാണ്. അതിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും, വേറെ ഫിനാൻഷ്യലി സെറ്റല്ല എന്നുണ്ടെങ്കിൽ, കയ്യിൽ 10 രൂപയില്ല എന്നുണ്ടെങ്കിൽ കേൾക്കേണ്ടി വരുന്നൊരു ഡയലോഗാണ്, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലല്ലോ എന്ന്. മനസ്സിലായോ? അപ്പോൾ അത് കേൾക്കാണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി സെറ്റാണ്, ഒരു പെർട്ടിക്കുലർ ഇൻകം മാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്തവരുടെ കേസ്, അതിനിപ്പോൾ അതല്ല യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബും ഇൻസ്റ്റയും ഒക്കെ ഒത്തിരി അപ്ഡേഷൻസും പോളിസി കാര്യങ്ങളും എല്ലാം മോഡിഫിക്കേഷനും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം നിങ്ങൾ സമയദോഷത്തിനും പൊട്ടബുദ്ധിക്കും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തലതിരിവ് കാണിച്ചാൽ ആ ചാനലിൻ്റെ കാര്യം അവിടെ തീർന്നു. അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസം, ഒരു ജോലിയുമാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ മതമോ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ കല്യാണം കഴിക്കുന്ന പ്രായമോ നിങ്ങളുടെ ഫാമിലിയോ ഒന്നും എൻ്റെ കൺസേൺ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോന്നേ, കെട്ടിക്കോന്നേ, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾക്ക് ഫാമിലിനോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലീൻ്റെ കൂടെ നിൽക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അതെല്ലാം സേജ് ആളാണ് വലുതെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആരുമല്ല. പക്ഷേ ഇതൊരു ഉപദേശമായിട്ട് എടുത്താൽ മതി. കാശുണ്ടെങ്കിലേ എവിടെ ചെന്നാലും വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ട് ചേട്ടായുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് എനിക്കിത് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരിപാടിയും നടക്കില്ല. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും അവരാരും കൊണ്ടുവന്ന് തരാൻ പോണില്ല, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പോയി ഉണ്ടാക്കല്ലേ, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാ എന്ന് കേൾക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഒരു ജോലി ഉണ്ടായി ഫിനാൻഷ്യലി സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ.